ഹായ് ഹലോ നമസ്കാരം. സംഭവം അധ്യായം 1. ഒരു ഷോർട്ട് ഫിലിം, ഒരു 30-40 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഷോർട്ട് ഫിലിം, അതിനെ ഒരു 2 മണിക്കൂർ സിനിമയാക്കി മാറ്റുന്നു. അതും ടൈം ലൂപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു കോംപ്ലക്സ് സബ്ജക്റ്റിനെ. അതെന്നെ വല്ലാതെ എക്സൈറ്റ് ചെയ്തു. കാരണം അങ്ങനെ ഒരു സബ്ജക്റ്റിനെ ഒരു 2 hours മൂവിയാക്കി കൺവേർട്ട് ചെയ്ത് നമ്മുടെ ഓഡിയൻസിനെ എങ്ങനെ എൻഗേജ് ആയി നിർത്തുക എന്ന് പറയുന്നത് ഒരു എളുപ്പമുള്ള പരിപാടിയല്ല. അത് തന്നെയായിരുന്നു ഈ സിനിമയ്ക്ക്, സംഭവം അധ്യായം 1 എന്ന സിനിമയ്ക്കുള്ള എന്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആ ഒരു എക്സൈറ്റ്മെന്റ് കൂടി തന്നെയാണ് ഞാൻ ഈ സിനിമ കാണാൻ പോയത്. ടു ബി ഫ്രാങ്ക്, ഐ എം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്. ഇത്രയും ഒരു കോംപ്ലിക്കേറ്റ് ആയിരിക്കുന്ന ഒരു കോൺസെപ്റ്റ്, ആ കോൺസെപ്റ്റിനെ ഒരു 2 മണിക്കൂർ പടമാക്കി മാറ്റി എടുത്തിരിക്കുന്ന ആ ഒരു രീതി, കാര്യങ്ങൾ ഒക്കെ ഭയങ്കര രസമുള്ളതായിരുന്നു. ടു ബി ഫ്രാങ്ക്, തുടക്കത്തിൽ തന്നെ ഡയറക്റ്റ് സ്റ്റോറിയിലേക്ക് എൻട്രി ചെയ്യുന്ന ഒരു സിനിമ, ആ സിനിമ ത്രൂ ഔട്ട് നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ് വളരെ നന്നായിട്ട് തന്നെ എൻഗേജ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്. വളരെ നന്നായിട്ട് ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. ചില ജംപ് സ്കെയർ സീൻസ് ഉണ്ട്, അടിപൊളിയായിരുന്നു. ക്യൂരിയോസിറ്റി, കൺഫ്യൂഷൻ, ആ ഒരു കോംപ്ലക്സിറ്റി, ഇതിനൊക്കെ നമ്മളെ കൊണ്ടുപോകാൻ ത്രൂ ഔട്ട് എൻഗേജിങ് വിത്തൗട്ട് ഈവൻ മിസ്സിങ് ഒരു സിംഗിൾ പീസ്, ഒരു ചെറിയൊരു വേരിയേഷൻ പോലും ഇല്ലാതെ ത്രൂ ഔട്ട് നമ്മൾ ഇതിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ ഈ സിനിമയ്ക്ക് പറ്റുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ എക്സ് ഫാക്ടർ എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയത് ഇതിന്റെ സ്റ്റോറിയും ഇതിന്റെ സ്ക്രിപ്റ്റും ആണ്. ജിത്തു സതീശൻ മംഗലത്ത് അങ്ങനെ തന്നെയാണ് ഈ സിനിമ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. വളരെ നീറ്റ് ആയിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റിംഗ്, ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ് കണ്ടിന്യൂസ് ആയി പോകുന്ന കാര്യങ്ങൾ, അതിന്റെ കോൺസെപ്റ്റ്സ്, അതിലേക്ക് എൻഗേജ് ആയിരിക്കുന്ന ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻ, കാര്യങ്ങൾ, അതിന്റെ ഡീറ്റെയിലിംഗ്, ഒരു മൈന്യൂട്ട് ഡീറ്റെയിലിംഗും കൊടുത്തിരിക്കുന്ന ആ ഒരു ഫോക്കസ്, എക്സ്പ്ലനേഷൻ, കാര്യങ്ങൾ, ഇതൊക്കെ കൊണ്ട് വളരെ നൈസ് ആയിരിക്കുന്ന, ഇൻടാക്ട് ആയിരിക്കുന്ന, ത്രൂ ഔട്ട് എൻഗേജ് ചെയ്യിക്കുന്ന ഒരു സ്ക്രിപ്റ്റ്. ആ സ്ക്രിപ്റ്റിനെ വല്ലാതെ ബൂസ്റ്റ് ചെയ്യിക്കുന്നതും നീറ്റായും ചെയ്തിരിക്കുന്ന ഒരു ഡയറക്ഷൻ. എവിടെയും കണക്ഷൻസ് മിസ്സാവുന്നില്ല, ഫ്ലോ മിസ്സാവുന്നില്ല, എവിടെയാണ് നമുക്ക് കൺഫ്യൂസ് ആവേണ്ട അവിടെ അത് ക്ലിയർ ആയിട്ട് കൺഫ്യൂസ് ചെയ്യിക്കുന്നുണ്ട്. എവിടെയാണ് ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യേണ്ടത് അതിനുവേണ്ട കാര്യങ്ങൾ ഫെസിലിറ്റി ചെയ്യുന്നുണ്ട്. ആ ക്ലാരിറ്റി അത് എൻഡ് ഓഫ് ദ ടൈം കൊടുക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ സിനിമ കഴിഞ്ഞിട്ട് പോലും നമുക്ക് ക്ലാരിറ്റി കിട്ടാണ്ട ഒരു കൺഫ്യൂഷനിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇതൊരു സിനിമ തുടങ്ങുമ്പോൾ ഇതിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ആ സ്റ്റോറി ബിൽഡപ്പും ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ, കാര്യങ്ങൾ, ഇതൊക്കെ കൊണ്ട് എൻഗേജ് ചെയ്യിക്കുന്ന കാര്യങ്ങളും അവരുടെ ഓരോരോ പരിപാടികളൊക്കെ കൊണ്ടുപോകുന്നതും അത്യാവശ്യം നല്ലൊരു ഇന്റർവെൽ പഞ്ചോടുകൂടി ഫസ്റ്റ് ഹാഫ് കഴിയുന്നു. അത് കഴിഞ്ഞ ശേഷം എന്ത് എന്ന് ചോദിച്ചിരിക്കുമ്പോൾ, ആ ഒരു ഫസ്റ്റ് ഹാഫിന്റെ ഒരു ഹൈല് നിൽക്കുമ്പോൾ വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് നിൽക്കുമ്പോൾ വരുന്ന ഒരു അടിപൊളി സെക്കൻഡ് ഹാഫ്. ത്രൂ ഔട്ട് വളരെ എൻഗേജ് ചെയ്യിക്കുന്നതും കണ്ടിന്യൂസ് ആയി ഒരുപാട് ടൈം ലൈൻസ്, ഒരുപാട് ക്യാരക്ടേഴ്സ്, ഒരുപാട് കൺഫ്യൂഷൻ, ഡീറ്റെയിലിംഗ്, ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അടിപൊളി സെക്കൻഡ് ഹാഫ്. അതൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയി ഈ കൺഫ്യൂഷൻസും ക്യൂരിയോസിറ്റിയും കാര്യങ്ങൾക്കും ഒക്കെ ഒരു റീസണിങ്, കാര്യങ്ങൾ, പരിപാടി, ഇതൊക്കെ തന്നുകൊണ്ട് ആ പടത്തിന്റെ ഒരു ക്ലൈമാക്സ് പോർഷൻ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു ഓക്കെ ദിസ് ഇസ് ഹൗ ഇറ്റ് ഈസ് എന്നൊക്കെ മനസ്സിലാക്കി ബേസിക്കലി പറയുകയാണെങ്കിൽ ഈ പോയ കിളിയൊക്കെ തിരിച്ചു വന്ന് നിൽക്കുന്ന ഒരു സമയത്ത് ദേ വരുന്ന ഒരു ടീലന്റ്, കാര്യങ്ങൾ, ഒരു ത്രില്ലിംഗ്, ക്യൂരിയോസിറ്റി, കൺഫ്യൂഷൻ, സം ജംപ് സ്കെയറി സീൻസ്, കാര്യങ്ങൾ, പരിപാടി, ഇതൊക്കെ കൊണ്ട് വളരെ എൻഗേജ് ചെയ്യിക്കുന്നതും ക്യൂരിയോസിറ്റിയോടുകൂടി സീറ്റ് അടിച്ചോടുകൂടി നിൽക്കുന്ന ഒരു കാര്യങ്ങൾ. അതിന്റെ സെക്കൻഡ് ഹാഫിൽ എനിക്ക് ഇതാണോ തീർത്തടോ നീ എത്ര കൺഫ്യൂഷൻ ചെയ്യിക്കുന്നു എന്നൊക്കെ തോന്നിപ്പോകുന്ന ഒരു ഇൻസിഡൻസ്, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര രസമുള്ളതായിരുന്നത്. എനിക്ക് അടുത്ത് പറയേണ്ടതായിട്ട് തോന്നിയിരിക്കുന്നത് ഇതിന്റെ ഒരു മ്യൂസിക്കും സൗണ്ട് മിക്സിങ്ങും കാര്യങ്ങളും എന്റെ അമ്മോ പൊളി. ഒരു ഫോറസ്റ്റ്, ആ ഫോറസ്റ്റിലേക്ക് ടൈം ലൂപ്പിൽ അകപ്പെടുന്ന കുറച്ച് ആൾക്കാർ, ഇവരെ കുറിച്ച് പറയുമ്പോൾ ആ ഫോറസ്റ്റിന്റെ ആ ഒരു ക്യൂരിയോസിറ്റി, കൺഫ്യൂഷൻസ്, അതിന്റെ ഒരു ഡാർക്ക്നെസ്, അല്ലെങ്കിൽ അതിന്റെ ഒരു നമ്മുടെ ഒരു എന്താ പറയാ ഈ ഭയം, ഫോറസ്റ്റിന്റെ ആ ഒരു ഭീതി, ഭയം, ഇതൊക്കെ ജനിപ്പിക്കാൻ അതിന്റെ മ്യൂസിക് വഹിച്ചിരിക്കുന്ന ഒരു പങ്കുണ്ട്. ആ മ്യൂസിക്കിന്റെ സൗണ്ട് മിക്സിങ്ങിന്റെ ഡീറ്റെയിൽസ്, ബേസിക്കലി വെള്ളം വീഴുന്ന ഒരു ശബ്ദം, അതിന്റെ കാര്യങ്ങൾ, നദി ഒഴുകുമ്പോൾ അതിന്റെ ഒരു വോയിസ്, ഈ പക്ഷികളുടെ ശബ്ദങ്ങൾ, കാര്യങ്ങൾ, അത് കഴിഞ്ഞ ശേഷം വരുന്ന എന്താ പറയാ ഈ ഒരു അതിന്റെ ഒരു മരത്തിന്റെ വള്ളികളുടെ ഡീറ്റെയിലിംഗ്, കാറ്റ് വീശുന്നത്, മഴ പെയ്യുന്നത്, ഇതിന്റെ ഒക്കെയും ആ ഒരു മിക്സിങ്, കാര്യങ്ങൾ, അതിന്റെ ഒരു മ്യൂസിക് കമ്പോസിഷൻ വേറെ ലെവലായിരുന്നു. എനിക്ക് പേഴ്സണലി അടിപൊളിയായിട്ട് തോന്നി. അത്രയും ആ മ്യൂസിക് കമ്പോസിഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് പേഴ്സണലി. അതേപോലെ തന്നെ ഇതിന്റെ സിനിമോട്ടോഗ്രാഫിയും അതിന്റെ ക്യാപ്ചറിങ്ങും വിഷ്വൽസും ആ ഒരു കാടിന്റെ ഭംഗി, വീതി, ഇതൊക്കെ കൊണ്ടുവരാനും അതിനെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. ടു ബി ഫ്രാങ്ക്, ദാറ്റ് വാസ് വെരി നൈസ് ആൻഡ് ഓസം. ഞാൻ വല്ലാതെ എൻജോയ് ചെയ്തു ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ്. പടത്തിനെ കുറിച്ച് വല്ലാതെ എൻഗേജ് ചെയ്തു. ആൻഡ് ഡെഫിനറ്റ്ലി വെയിറ്റിംഗ് ഫോർ ദ സെക്കൻഡ് പാർട്ട്. ഈ എൻഗേജ് ചെയ്യാനിരിക്കുന്ന സ്ക്രിപ്റ്റ്, അതിനെ എൻഹാൻസ് ചെയ്യുന്ന ഡയറക്ഷൻ, മ്യൂസിക്, സിനിമോട്ടോഗ്രാഫി, ഇതിനൊക്കെയും ഫെസിലിറ്റേറ്റ് ചെയ്തുകൊണ്ട് വരുന്ന കാസ്റ്റിന്റെ പെർഫോമൻസസ്, അഷ്കർ അലി ആയിക്കോട്ടെ, വിനീത് ആയിക്കോട്ടെ, സിദ്ധാർത്ഥ് ഭരതൻ ആയിക്കോട്ടെ, അതല്ലാതെ ഇതിൽ വന്നിരിക്കുന്ന ഒരുപാട് പുതുമുഖങ്ങളും മറ്റു കാര്യങ്ങളും ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. അവരുടെ ഒക്കെയും പെർഫോമൻസസ് ഒക്കെ വളരെ നീറ്റായിരുന്നു, വളരെ ഇൻടാക്ട് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.
താങ്ക് യു.